ക്ഷേമ പെൻഷനിൽ നിഷേധാത്മക നിലപാട് തുടർന്ന് കേന്ദ്ര സർക്കാർ. ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം സംസ്ഥാനം നൽകിയിട്ടും പെൻഷൻകാർക്ക് ഈ തുക ലഭിക്കുന്നില്ല. സംസ്ഥാനത്ത് നിലവിൽ വിതരണം ചെയ്യുന്ന 2 ഗഡു പെൻഷനിലാണ് കേന്ദ്ര അവഗണന തുടരുന്നത്. ഇതിലൂടെ 400 മുതൽ 1000 രൂപ വരെയാണ് 1,94,000 പേർക്ക് കുറയുന്നത്. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 6.8 ലക്ഷം പേർക്കാണ് കേന്ദ്രത്തിന്റെ ചെറിയ വിഹിതം ലഭിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിലുള്ള 5 ഇനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നീ 3 ഇനങ്ങൾക്ക് 200 രൂപ, 300 രൂപ, 500 രൂപ എന്നിങ്ങനെയാണ് കേന്ദ്രവിഹിതം. എന്നാൽ കേന്ദ്രവിഹിതം 2021 ജനുവരി മുതൽ കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. ഇത് പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്രവിഹിതവും ഇട്ടാണ് തുക കൈമാറുന്നത്. എന്നാൽ സംസ്ഥാനം തുക നൽകിയിട്ടും കേന്ദ്രം ഈ തുക പിടിച്ചുവെക്കുന്നു എന്നതാണ് ക്രൂരത. നിലവിൽ സംസ്ഥാനത്ത് 2 ഗഡു പെൻഷനാണ് വിതരണം ചെയ്യുന്നത്. കേന്ദ്രവിഹിതം ലഭിക്കുന്ന 6.8 ലക്ഷം പേരിൽ 1.94 ലക്ഷം പേർക്കാണ് തുക ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നത്. ഇവർക്ക് 400 രൂപ മുതൽ 1000 രൂപ വരെയാണ് പെൻഷനിൽ കുറവ് വരുന്നത്. കേന്ദ്ര സർക്കാർ വിഹിതം വിതരണം ചെയ്യേണ്ട PFMS അധികൃതർക്ക് തുക കൈമാറിയിട്ടും ഈ തുക കേന്ദ്രം നൽകാത്തത് തെരഞ്ഞെടുപ്പ് കാലത്തെ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തുന്നത്. മാർച്ച് മാസത്തിലും സമാനമായ സാഹചര്യമായിരുന്നു. മാർച്ച് 15-ന് കേരളം കൈമാറിയ തുക 3 ആഴ്ച കഴിഞ്ഞിട്ടും മുഴുവൻ പേർക്കും വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിരുന്നില്ല. സംസ്ഥാനത്തിന്റെ നിരന്തര സമ്മർദ്ദത്തിനൊടുവിലാണ് തുക 3 ആഴ്ച വൈകി നൽകാൻ കേന്ദ്രം തയ്യാറായത്. ഈ മാസത്തെ പെൻഷൻ വിതരണത്തിലും സംസ്ഥാന സർക്കാരിന്റെ നിരന്തര ഇടപെടൽ തുടരാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഷീജ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഗുഡ് മോർണിംഗ് ഷീജ. ഗുഡ് മോർണിംഗ് കാവ്യ. ഇതേ വിഷയം 2 ആഴ്ച മുൻപ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മൾ പരിശോധിച്ചതാണ്. നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ക്ഷേമ പെൻഷനിൽ ഉണ്ടാകുന്ന പ്രശ്നം കേന്ദ്രത്തിന്റെ ഫണ്ട് കൂടി നൽകിയിട്ടും അത് അർഹതപ്പെട്ടവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടുന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെയും ഇപ്പോൾ വീണ്ടും സംസ്ഥാന സർക്കാർ 2 ഗഡു പെൻഷൻ നൽകാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ വിതരണത്തിലാണ് ബുദ്ധിമുട്ടിക്കുന്ന സമീപനം ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഷീജ. തീർച്ചയായും കാവ്യ, ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ക്ഷേമ പെൻഷന്റെ വിതരണം ഏതൊക്കെ തരത്തിൽ സംസ്ഥാനത്ത് മുടക്കാൻ സാധിക്കുമോ ആ രീതിയിലുള്ള എല്ലാ ഇടപെടലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത്. അതിൽ ആ രീതിയിൽ പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് കാവ്യ തന്നെ സൂചിപ്പിച്ചു. ഒരാഴ്ച മുൻപ് നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്തിരുന്നു. അത് പക്ഷേ കഴിഞ്ഞ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലായിരുന്നു. അപ്പോഴും അതേ നിലപാട് തന്നെയാണ് കേന്ദ്രം സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴും അതിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ 2 ഗഡു പെൻഷനാണ് വിതരണം ചെയ്യുന്നത്. ഈ 2 ഗഡു പെൻഷനിൽ നിലവിൽ 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതിൽ തന്നെ കേവലം 6.8 ലക്ഷം പേർക്ക് മാത്രമാണ് ഈ കേന്ദ്രത്തിന്റെ തുച്ഛമായിട്ടുള്ള വിഹിതം ലഭിക്കുന്നത്. അത് ഏതൊക്കെ പെൻഷൻ എന്നുള്ളതാണ്. അത് 200 രൂപ, 300 രൂപ, 500 രൂപ എന്നുള്ളത് വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ എന്നിവർക്കായി ആ രീതിയിൽ മാത്രം ക്രമപ്പെടുത്തിയാണ്, ഈ 3 വിഭാഗത്തിൽ മാത്രമായി ക്രമപ്പെടുത്തിയാണ് ഈ രീതിയിൽ 200, 300, 500 എന്ന രീതിയിൽ ലഭിക്കുന്നത്. അതിൽ തന്നെ 1.94 ലക്ഷം പേർക്ക് അവർക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം ലഭിക്കുന്നത്. മറ്റുള്ളവർക്ക് നേരിട്ട് പണം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവരാണ് ഇപ്പോൾ ആകെ വലഞ്ഞിരിക്കുന്നത്. അവർക്ക് അക്കൗണ്ടിൽ എത്തുമ്പോൾ ഈ തുക ഒഴിച്ചുള്ള തുക മാത്രമാണ് ലഭിക്കുന്നത്. അതായത് കേന്ദ്രത്തിന്റെ വിഹിതം ഒഴിച്ചുള്ള തുക മാത്രമാണ് അവർക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ 200 എന്നുള്ളത് ഇരട്ടിയാകും, 400 ആകും, 300 എന്നുള്ളത് 600 ആകും, 500 എന്നുള്ളത് 1000 ആകും. അങ്ങനെ 400 മുതൽ 1000 രൂപ വരെയുള്ള കുറവാണ് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ ഈ ഒരു പെൻഷൻ 2 മാസത്തെ തുക വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു കുറവെന്ന് പറയുന്നത്. നേരത്തെ തന്നെ ഒരു 2021 ജനുവരി മാസം മുതൽ കേന്ദ്രം ഈ രീതിയിൽ വിഹിതം നൽകുന്നില്ല. പക്ഷേ അപ്പോഴും സംസ്ഥാനം കണ്ടത് എന്ന് പറയുന്നത് ഈ ഗുണഭോക്താക്കൾക്ക് ആർക്കും ഒരു കുറവും ഉണ്ടാവരുത്, അവർക്ക് മുഴുവൻ തുകയും ലഭ്യമാകണം. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ വിഹിതം കൂടി സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്നും ഇടും. അതിൽ പ്രത്യേകം ഒരു PMAY എന്ന് പറയുന്ന ലിങ്ക് മുഖേനയാണ് അവർക്ക് തുക കൈമാറേണ്ടത്. അവർ കേന്ദ്രത്തിന് നൽകുന്നു. അത് കേന്ദ്രത്തിന് നൽകിയിട്ട് പോലും ആ തുക പിടിച്ചു വെച്ചുകൊണ്ട് ആണ് കേന്ദ്രത്തിന്റെ നടപടി തുടരുന്നത് എന്നുള്ളതാണ്.
ഇത് കാലക്രമേണ സംസ്ഥാനം ചെയ്തു വന്നിരുന്നത്. സംസ്ഥാനം കയ്യിൽ നിന്ന് ഈ തുകയിടുന്നു, പിന്നീട് അത് റീഇംബേഴ്സ്മെന്റായി തുക തിരികെ വാങ്ങുന്നു. അതിൽ പോലും വലിയ തോതിൽ കുടിശ്ശിക വന്നൊരു സാഹചര്യത്തിൽ സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടു. അത് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയെ അടക്കം കണ്ട് സംസാരിച്ചു. അത്തരത്തിലുള്ള വലിയ നീക്കങ്ങൾ നടത്തിയതിനു ശേഷമാണ് 2023 ജൂൺ മാസം വരെയുള്ള കുടിശ്ശിക നൽകാൻ തയ്യാറായത്. അതിനുശേഷമുള്ള കുടിശ്ശികയും അവിടെ കിടക്കുകയാണ്. അതിനു പുറമെയാണ് ഇപ്പോൾ സംസ്ഥാനം നൽകുന്ന തുക പോലും പിടിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ക്രൂരത ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പെൻഷൻകാരോട് കാണിക്കുന്നത്. അത് സംസ്ഥാനത്ത് പെൻഷൻ വിതരണത്തിൽ താളം തെറ്റിയ ഒരു സാഹചര്യമാണ് എന്ന് വരുത്തി തീർക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ വിതരണത്തിലാണ് ഈ രീതിയിലുള്ള ഒരു പിടിച്ചുവെക്കൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്താണ് ഇവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷെ അപ്പോഴും സംസ്ഥാനം ഈ വിഷയത്തിലുള്ള നിരന്തര ഇടപെടൽ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാവ്യ, ഷീജ, അങ്ങനെ ഒരു ഇടപെടൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ ഘട്ടങ്ങളിലും കൃത്യമായൊരു വിശദീകരണം നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കേന്ദ്രം തുടർന്ന് തുക അനുവദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കേരളം നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നു. അതിനു ഫലമായി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം എന്നതിന് ഏറ്റവും കൃത്യമായ ഉത്തരം ഈ ഒരു പ്രവൃത്തിയിലൂടെ തന്നെ നമുക്ക് ലഭിക്കുകയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എല്ലാ വിഹിതങ്ങളും വെട്ടിക്കുറയ്ക്കാനും അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്നതിൽ സംസ്ഥാനത്തിന് കൃത്യമായ പ്രശ്നമുണ്ട് എന്ന് ജനങ്ങളിലേക്ക് തെറ്റായ ഒരു ബോധ്യവും പ്രചാരണവും നൽകുക എന്നത് മാത്രമാണ് ഇതിലെ ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കേണ്ടി വരികയാണ്. തീർച്ചയായും കാവ്യ, ആ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും താളം തെറ്റിയ അവസ്ഥയിലാണ് എന്ന് വരുത്തി തീർക്കുക. അതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഓരോ നടപടികളും കേന്ദ്രം സ്വീകരിക്കുന്നു. പക്ഷേ അതൊന്നും വിജയം കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം സംസ്ഥാന സർക്കാർ കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അതൊന്നും വിലപ്പോകാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതാണ് ചുരുക്കത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിപ്പോൾ പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിവിധ ഇനങ്ങളിലായി ലഭിക്കേണ്ട ഗ്രാന്റുകളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ സംസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങളെയും അംഗീകരിക്കുന്നില്ല. എല്ലാ ഇത്തരത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ നിരന്തര ഇടപെടലുമായി മുന്നോട്ട് പോകും എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ രീതിയിലുള്ള ഇടപെടൽ കാരണം തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അത് പരാജയപ്പെടുന്നതും അതിന് ഒടുവിൽ കേന്ദ്രത്തിന് സംസ്ഥാനത്തിന്റെ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തുന്നത്. കാവ്യ, ശരി ഷീജ, എന്തായാലും ഏതൊക്കെ നിലയ്ക്ക് തെറ്റായ പ്രചാരണങ്ങൾ ജനങ്ങൾക്കിടയിൽ നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതിനെയൊക്കെയും ചെറുത്തു തോൽപ്പിക്കുന്ന വലിയൊരു സമീപനം, കൂട്ടായ ഒരു സമീപനമാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ്. ജനവിഭാഗത്തിന് ഒരു നിലയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിക്ക് ക്ഷേമ പെൻഷൻ അടക്കമുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെയാണ് ഈ ഒരു ഘട്ടത്തിലും കാണാൻ സാധിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട വിഷയമാണ്. സമഗ്ര വിവരങ്ങളാണ് എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.